വൈകുന്നേരം ഓഫീസിൽ കഴിഞ്ഞ് വന്നപ്പോൾ ചുമ്മാ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് റംബൂട്ടാൻ ഇങ്ങനെ പൂത്ത് നിൽക്കണ കണ്ടത്. ആദ്യമായിട്ട് പൂത്തതാട്ടോ. അപ്പം തന്നെ പപ്പേനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ പപ്പയെ പറഞ്ഞ് ആദ്യമായിട്ട് പൂത്തതുകൊണ്ട് ഇതിൻ്റെ പൂവൊക്കെ കളയണമെന്ന്. എനിക്കെന്തായാലും ആ പറഞ്ഞത് ഇഷ്ടമായില്ല. അത് കാരണം ഞാൻ പൂ പറിക്കാനും നുള്ളാനും ഒന്നിനും നിന്നില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പ്രാവശ്യം കുറേ ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് കാറ്റ് ഊതുമ്പോഴത്തേനും എല്ലാം കൊഴിഞ്ഞ് വീഴുമല്ലോ. പിന്നെ ചാമ്പക്ക ഉണ്ടായിട്ട് ഉപ്പും മുളകും കൂട്ടി തിന്നില്ലെങ്കിൽ അതൊരു വിഷമായിട്ട് അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലത് ഫ്രഷായിട്ട് പറിച്ചിട്ട് അപ്പം തന്നെ കുറച്ച് ഉപ്പും മുളകും കൂട്ടി പുരട്ടി തിന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ മുമ്പ് ഞാൻ കുറച്ച് പച്ചക്കറി വിത്ത് പാകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പാകിയ എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചീരയും പീച്ചിങ്ങയും പിന്നെ മുളകും തക്കാളിയാണ് പാകിയത്. എല്ലാം മുളച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് ചീരയാണ്. ഞാൻ വിചാരിച്ചത് എല്ലാം ചുവന്ന ചീരയായിരിക്കും കരുതി പാകിയത്. പക്ഷേ ചുവന്ന ചീരേനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പച്ച കളർ എന്തൊക്കെയോ മുളച്ചു വന്നിട്ടുണ്ട്. ഇത് പുല്ലാണോ അത് ചീര കുറച്ച് എഴുതാകുമ്പോൾ അറിയാൻ പറ്റും.